പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. ഈ ഒരു കാര്യം അറിയാതെ യൂട്യൂബിൽ വീഡിയോസ് ഇടരുത്. നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കഷ്ടപ്പെട്ട് ഗ്രോ ചെയ്താൽ അത് ഒരിക്കലും വിട്ടു പോകാതിരിക്കുക. പലർക്കും വ്യൂസ് കിട്ടുന്നില്ല, സബില്ല, പല രീതിയിലും ട്രൈ ചെയ്തിട്ടും ചാനൽ ഗ്രോ ആകുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പരിധിക്കപ്പുറം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ യൂട്യൂബിൽ നിന്നും വിട്ടു പോകുന്നവർ ധാരാളമുണ്ട്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ വന്നിട്ട് ഒരേ രീതിയിൽ പോകാതെ കുറച്ച് വഴി മാറ്റി നോക്കണം. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ പല ഐഡിയാസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഏത് രീതിയിലുള്ള വീഡിയോസ് ചെയ്യുന്നവരാണെങ്കിലും ഏതാണ്ട് ഒരു 1-1.5 വർഷം ഒരു ചാനലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു, എന്നിട്ടും 4000 അവേഴ്സോ 1000 സബ് ഒന്നും കിട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ ഫെയിലായി എന്ന് തന്നെ കരുതണം. കാരണം കഴിഞ്ഞ 365 ദിവസങ്ങളിലെ ടൈമാണ് വാച്ച് അവറായിട്ട് കണക്കാക്കേണ്ടത്. ഇതിനർത്ഥം നമ്മൾ പരാജയപ്പെട്ടു, ഇതിൽ നിന്നും വിട്ടു പോകണമെന്നല്ല, എന്തോ ഒരു മിസ്റ്റേക്ക് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മിസ്റ്റേക്ക് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഒരു മാർഗം നോക്കുക. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു ചാനൽ കൂടെ തുടങ്ങിയിട്ട് അട്രാക്റ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ട് നോക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴേക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും. പലർക്കും വീട്ടുകാർ തന്നെ കളിയാക്കാറുണ്ട്, ഇങ്ങനെ ചാനലിൻ്റെ പിറകെ നടന്നിട്ട് എന്തുകൊണ്ടാണ് അതിൽ നിന്നും പണമൊന്നും കിട്ടുവാൻ തുടങ്ങാത്തത്. കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആരും ഇതൊന്നും ഇങ്ങനെ കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഉയർച്ച ഉണ്ടാകുമ്പോഴേക്കും ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാകും. പക്ഷെ വീണു പോയാൽ ആരും സപ്പോർട്ട് ചെയ്യാനായിട്ട് കാണില്ല. ഒരു വരുമാനത്തിന് വേണ്ടിയാണ് പലരും ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോഴേക്കും സപ്പോർട്ട് ചെയ്യാൻ ആളില്ല എന്ന് കരുതി നമ്മളുടെ മനോധൈര്യം ചോർന്ന് പോകാതെ കഴിയുന്നത് നല്ല നല്ല രീതിയിൽ പുതിയ ഐഡിയാസൊക്കെ ഉപയോഗിച്ചിട്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഒരുപാട് പേര് ഈ നെഗറ്റീവ് കമൻസൊക്കെ കിട്ടുമ്പോഴേക്കും അത് വന്നിട്ട് അവരുടെ മനസ്സിൻ്റെ ഇത് തന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കുകയും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ബാഡ് വേർഡ്സൊക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മലയാളത്തിലാണ് ഇങ്ങനത്തെ മോശപ്പെട്ട വാക്കുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയാൻ സാധിക്കും. അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അങ്ങനെ വരുന്ന കമൻസൊക്കെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ വന്ന് യൂട്യൂബ് ഒരിക്കലും ഇന്ന് വന്നിട്ട് നാളെ കാശ് ഉണ്ടാക്കാനുള്ള ഒരു വരുമാന മാർഗമല്ല. ഇവിടെ വന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ അപ്ലോഡിങ് തന്നെ നിസ്സാരമല്ല, അത് വളരെയധികം കഷ്ടപ്പെട്ടാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോഴേക്ക് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക. ഒരു വർഷത്തിൽ ഇല്ല, ഇങ്ങനെ ഒരു സമയപരിധിക്കുള്ളിൽ ഇത് നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങും എന്നുള്ളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ട് പോവുക. ഒരു വാശിയായിട്ട് ഇത് എടുക്കാനായിട്ട് പഠിക്കുക. ശരിക്കും കഷ്ടപ്പെടേണ്ടി വരും. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നേറുന്നവർക്ക് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. പലർക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ കഷ്ടപ്പാട് എന്ന് മനസ്സിലാക്കാതെ അവരത് നിസ്സാരമായി കരുതുന്നവരും ഉണ്ട്. അപ്പോൾ അതൊന്നും കൂട്ടാക്കാതെ നല്ല രീതിയിലൊരു പ്ലാനിങ്ങുമായിട്ട് വരിക, അങ്ങനെ മുമ്പോട്ട് പോവുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതി ആയിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ വിജയത്തിലെത്തുകയും ചാനലിന് നല്ല റീച്ചൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ തുടർന്ന് ഇതുപോലെ വേറെ ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. എല്ലാവരും മറക്കാതെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, കമൻസ് അപ്ലോഡ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.